സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മധു നായർ വീണ്ടും ഏവരെയും ക്ഷണിക്കുകയാണ്. ഞാൻ തുർക്കി വിട്ട് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെത്തിയിരിക്കുകയാണ്. എന്നാലും ചില കാര്യങ്ങൾ കൂടി തുർക്കിയെക്കുറിച്ചിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ലക്കത്തിൽ ആക്ച്വലി ഇസ്താൻബുൾ തുർക്കിയുടെ തലസ്ഥാനമാണെന്ന് ഉള്ള ധാരണയിൽ അതിൻ്റെ എൻഡിങ് വന്നിരുന്നു. ആക്ച്വലി സത്യത്തിൽ ഇത് എൻ്റെ തെറ്റല്ല, എനിക്കറിയാം ആങ്കറയാണ് തുർക്കിയുടെ തലസ്ഥാനം എന്ന് എഡിറ്റ് ചെയ്തതിൽ പറ്റിയൊരു തെറ്റാണ്, ക്ഷമിക്കണം. കഴിഞ്ഞ തവണ ഞാൻ ആഗ്രഹിച്ചിരുന്ന പോലെ തുർക്കിയിൽ നിന്ന് ഏതാണ്ട് ഒരു 300-400 കിലോമീറ്റർ തെക്കോട്ട് ട്രോയ് എന്ന നഗരത്തിലേക്ക് യാത്ര പോവുകയുണ്ടായി. ഇതിൻ്റെ ഒരു പ്രധാന ആഗ്രഹം ഈ റൂറൽ തുർക്കി, സത്യത്തിൽ ഈ ഗാഞ്ചരിക് പ്ലെയിൻസിലൊക്കെ പോകുന്ന പോലെ കൃഷിയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതാണ് അവരുടെ ഒരു വലിയ ശക്തി യൂറോപ്പിൽ. അത് ശരിക്ക് കാണാൻ കഴിയും. കാരണം പോകുന്ന വഴിയെല്ലാം കൃഷിപ്പാടങ്ങൾ. അതുപോലെ തന്നെ ഈ ടൂറിസ്റ്റിനെ ആകർഷിക്കാനായിട്ട് എന്ത് കാര്യമായിട്ടുള്ള സംവിധാനങ്ങളാണ് അവരൊതുക്കിയിരിക്കുന്നത്. ഈ പറയുന്ന ട്രോയ് നഗരത്തിലെത്തിയപ്പോൾ അവിടുത്തെ ഞാൻ സൂചിപ്പിച്ച ട്രോജൻ ഹോഴ്സ്, ആ പഴയ കുതിരയൊന്നും അവിടെ ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ അവർ ഒരു മേക്ക് ഷിഫ്റ്റ് മരത്തിൽ ഒരു കുതിരയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് ഒരു തമാശയായിട്ടാണ് തോന്നിയത്. കാരണം അതിൽ ചരിത്രത്തിൻ്റെ ഒരു ഗന്ധവും അടിക്കാത്ത വിധത്തിലുള്ളൊരു സംവിധാനമാണ്. പിന്നെ അവിടെ കാണാനുള്ളത് ആക്ച്വലി പല യുദ്ധങ്ങളും ഈ ക്രിസ്തുവിൻ്റെ ജനനത്തിനൊക്കെ മുമ്പ് തന്നെ അവിടെ നടന്നിട്ടുണ്ട്. റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രധാന തട്ടകമായിരുന്നല്ലോ ആ ഭാഗം. അങ്ങനെയാണ് ഹോമർ, എൻ്റെ ധാരണ ഹോമർ ആക്ച്വലി ഗ്രീസിലാണ് ജനിച്ചത്. ആക്ച്വലി ഹോമർ ജനിച്ചത് ഏഷ്യയിൽ തന്നെയാണ്. ഈ പറയുന്ന ട്രോയ്ക്ക് അടുത്തൊരു സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. നമ്മുടെ ആദി കവി വാൽമീകി, അത് കഴിഞ്ഞിട്ട് കാളിദാസൻ, ആ തരത്തിൽ അതേ പദവിയിൽ പാശ്ചാത്യ ലോകം കാണുന്ന ഒരു മഹാ എന്താ പറയുക കവിയാണോ നാടകൃത്താണോ അതെല്ലാമാണ്. അതേതായാലും ആ ഭൂമിക ഒന്ന് നേരിട്ട് കാണുവാൻ ആഗ്രഹിച്ചാൽ വളരെ സന്തോഷമുണ്ട്. തിരിച്ച് തുർക്കിയിലേക്ക് വരുമ്പോൾ ഉള്ള എൻ്റെ മനസ്സിലുള്ള ഒരു എന്താ പറയുക ഒരു വ്യഥ, നമ്മൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ ഒട്ടും തന്നെ ശരിയല്ല. ആക്ച്വലി ഒരു പാർക്കിംഗ് ലാട്ടിൽ ഞാനൊരു ടോയ്ലറ്റ് അന്വേഷിച്ച് പോയി. ഒരു തുർക്കിക്കാരൻ്റെ കൂടി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ തിരിച്ചു, ആർ യു ഫ്രം ഇന്ത്യ? ഞാൻ പറഞ്ഞു യെസ്, ഗോ ടു ഹെൽ. എന്താണ് അയാളുടെ മനസ്സിൽ കൂടി പോയതെന്നുള്ളത് എനിക്ക് പിടിയില്ല. അതാണ് അവിടുത്തെ ഒരു റിയാക്ഷൻ. അല്ലാതെ ഓഫ് കോഴ്സ് ഇന്ത്യക്കാരെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇസ്താൻബുളിലൊക്കെ വളരെ വലിയ ഷാറൂഖ് ഖാൻ്റെ കാര്യങ്ങളും അതൊക്കെയാണ് അവിടെ. അപ്പം ഈ ബന്ധങ്ങൾ, നയതന്ത്ര ബന്ധങ്ങളൊന്ന് നന്നായെങ്കിൽ അതിനു വേണ്ടിയുള്ള കരുക്കൾ നമ്മൾ ഒരുക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. നമ്മളിങ്ങനെ ഈ ഗൾഫ് നാടുകൾ എല്ലാം നമ്മുടെ പോക്കറ്റിലാണ് എന്നുള്ള മട്ടിലുള്ള പോക്കില്ല. ആക്ച്വലി അവർക്കാണ് നമ്മുടെ ഈ സൂക്ഷ്മമായ ബന്ധം കൊണ്ട് നേട്ടം ആ രാജ്യങ്ങൾക്കാണ്. ഇന്ത്യയുടെ സഹായമില്ലെങ്കിൽ മാൻ പവറിൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ, ഗൾഫ് നാടുകളുടെ സ്ഥിതി എന്താവും. അപ്പം അവരെന്തോ ഒരു വലിയ കാര്യം നമുക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ആ ധാരണ അല്ല വേണ്ടത്. തുർക്കിയുടെ കാര്യത്തിൽ ഇതൊരു മഹാശക്തി തന്നെയാണ്. ആക്ച്വലി നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഓട്ടോമൻ എംപയറിൻ്റെ കേന്ദ്രമായിരുന്നു. പക്ഷെ അന്ന് ഈ പറയുന്ന തരത്തിൽ ഇസ്താൻബുളിന് അത്ര വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ എംപയർ യൂറോപ്പിൻ്റെ നല്ലൊരു ഭാഗവും ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളും എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ തട്ടകമായിരുന്നല്ലോ. അപ്പോൾ ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞിട്ട് താറുമാറായി. ആക്ച്വലി തുർക്കി എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി പോലും ഇല്ലാതായ ഒരു അവസ്ഥയിലാണ് ഈ അതാതുർക്ക് എന്ന് പറയുന്ന മുസ്തഫ കമാൽ പാഷ ഈ നാടിനെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതായത് ബിസ്മാർക്ക് ജർമ്മനി ഉണ്ടാക്കിയെടുത്തെന്ന് പറഞ്ഞ പോലെ
അപ്പോൾ ആ തരത്തിൽ ഇതൊരു പ്ലേറ്റോ ആണ്, ഒരു പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ കാർഷികമായിട്ട് വളരെയധികം എന്താ പറയുക, യോജിച്ച ആ, ഒരു ഒരു നാടാണ്. അതുപോലെ തന്നെ സംസ്കാര പൈതൃകം ഇതെല്ലാം ഉണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇസ്താൻബുളിലൊരു വലിയ സെൻട്രൽ മാർക്കറ്റുണ്ട്, ചന്ത. അവിടെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഈ ഗൾഫ് നാടുകളെ കണ്ടിട്ടുള്ള സ്വർണത്തിന് വേണ്ടിയുള്ള ഒരു വലിയ വിഭാഗം. ഇത്ര അധികം സ്വർണ്ണ കച്ചവടം ഇവിടെ നടക്കുന്നത് എനിക്ക് അതിശയമായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു ടർക്കിഷ് ജനത നമ്മളെപ്പോലെ സ്വർണ്ണാഭരണങ്ങളിൽ വലിയ ഭ്രമം കാണിക്കുന്നു എന്നൊക്കെയാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ഇന്ത്യൻ നിന്നുള്ള ടൂറിസ്റ്റുകൾ വളരെ വളരെ അപൂർവമായിട്ട് അവിടെ എത്തുന്നുള്ളൂ എന്നൊരു തോന്നലുണ്ട്. അത് നമ്മുടെ ഈ ഇടക്കാലം വരെ ഇന്ത്യക്കാർക്ക് അവിടെ വിസ പോലും വേണ്ടായിരുന്നു. അത് വീണ്ടും അവരെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ നേരത്തെ വിസയില്ലാതെ ഇപ്പോൾ അവിടെ വരാൻ സാധിക്കില്ല. അപ്പോൾ ഇത് ഒരു നല്ല എന്താ പറയുക സൂചനയായിട്ട് എനിക്ക് തോന്നിയില്ല. നാടിൻ്റെ നാനാഭാഗത്തും ഒരുപാട് പുതിയ മോസ്കുകൾ ബ്രാൻഡ് ന്യൂ ആയിട്ട് എവിടെയോ ആരോഗ്യ കാര്യമായിട്ട് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തികച്ചും ഒരു സെക്യുലർ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്ത അത്താതുർക്ക് ഉണ്ടാക്കിയെടുത്ത രാഷ്ട്രത്തിനെ വേറൊരു തരത്തിലേക്ക് ഒരു മതരാഷ്ട്രമായിട്ട് മാറ്റുവാനുള്ള ഭരണ സംവിധാനം ദ്രുതഗതിയിൽ നടക്കുന്നു. അത് അവർക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ ഭാഗമാകുവാനായിട്ടുള്ള അവരുടെ ശ്രമങ്ങൾക്ക് അത് പാരവയ്ക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആക്ച്വലി യൂറോപ്പ് ഏഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡർ ഉണ്ടാക്കി വെച്ചിരിക്കേണ്ടതിൽ എന്തെങ്കിലും കാര്യമുണ്ട്? ആക്ച്വലി ഇത് രണ്ടും ഒരു ഭൂഖണ്ഡമല്ലേ. ഇതൊക്കെ സാഹിബിൻ്റെ എന്താ പറയുക ഓരോ വികൃതികൾ. ആ ഭാഗം യൂറോപ്പ് എന്നുള്ള ഭാഗം മുഴുവൻ ക്രിസ്തീയ മെജോറിറ്റിയും ബാക്കിയുള്ളിടത്ത് അതില്ലാതെ വന്നതുകൊണ്ട് അത് വേറൊരു ഭൂഖണ്ഡമായിട്ട് കണക്കാക്കുകയൊക്കെ ചെയ്തു. ഇതൊക്കെയാണ് ചരിത്രം. ഇനി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് ഗോതയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ വരും ആഴ്ചകളിൽ നിങ്ങളോട് പങ്കുവയ്ക്കാം. തൽക്കാലം നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.